ശബരിമല വിശേഷങ്ങൾ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ റിസർച്ച് ടീം കണ്ടുപിടിച്ചിട്ടുള്ള മറ്റൊരു വിഷയമാണ് ശബരിമലയിൽ സ്ത്രീകൾ വ്യാപകമായി കയറിയിരുന്ന കാലം ഉണ്ടായിരുന്നോ? അതിനെ സംബന്ധിച്ച് ചരിത്രപരമായി വലിയ തർക്കങ്ങളും വിവാദങ്ങളുമുണ്ട്. എന്നാൽ വലിയ തോതിൽ ശബരിമലയിലേക്ക് സ്ത്രീകൾ പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന ചില വിവരങ്ങൾ കിട്ടും. അപ്പൊ ഏതുവരെ പോയിരുന്നു? അവർക്ക് അമ്പലത്തിൽ കയറാൻ പറ്റിയോ? 18 പടി ചവിട്ടാൻ പറ്റിയോ? ദേവനെ കാണാൻ പറ്റി, അയ്യനെ കാണാൻ പറ്റി? ഇങ്ങനെ കുറെ തർക്കങ്ങളുണ്ട്. 1820 സർവേ നടത്തിയുള്ള അവിടെ, കാരണം സായിപ്പന്മാരാണ് നമ്മുടെ നാട്ടിൽ വന്ന് ഒരുപാട് സർവേകൾ നടത്തിയിട്ടുള്ളത്. അപ്പൊ 1820 സർവേ നടത്തിയിട്ടുള്ള ലെഫ്റ്റനന്റ് ബെഞ്ചമിൻ സ്വെയിൻ വാർഡും പീറ്റർ ഐർ കോണറും കൂടി ഒരു സർവേ നടത്തി. അപ്പൊ ആ സർവേ നടത്തിയപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്, ആ സർവേയിൽ പറഞ്ഞിരിക്കുന്നത് 10-നും 50 വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകൾ ആരും അവിടെ കയറിയതായി കാണുന്നില്ല. വൃദ്ധർക്കും കുട്ടികൾക്കും അവിടെ കയറാം, അല്ലാതെ ലൈംഗിക പരമായ ബന്ധപ്പെടുന്ന കാലഘട്ടത്തിൽ ആർക്കും കയറാൻ കഴിയില്ല. അന്ന് 50 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ പോലെ അല്ല. ഇന്നിപ്പോൾ 70 വയസ്സായാലും ലൈംഗിക കാമപ്രാന്ത് കൊണ്ട് നടക്കുന്ന കാലമല്ല, അല്ലെങ്കിൽ ലൈംഗിക ആസക്തി കൊണ്ട് നടക്കുന്ന കാലമല്ല. കുറച്ചുകൂടി 50 വയസ്സൊക്കെ ആകുമ്പോൾ വാനപ്രസ്ഥം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് കയറുന്ന പ്രായമാണ് ഹിന്ദു ആചാരമൊക്കെ അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ലൈംഗിക താല്പര്യങ്ങളെ സംബന്ധിച്ച് അപ്പോൾ ഒരു 50 വയസ്സ് കഴിയുമ്പോൾ അതെല്ലാം മെൻസസ് എല്ലാം കുറഞ്ഞ് അതെല്ലാം ഇല്ലാതാവും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് 50 വെച്ചത്. അതങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ അതിനുശേഷം നിരവധി തവണ അവിടെ സ്ത്രീകൾ കയറിയിട്ടുണ്ട്. മാസ്സായിട്ട് സ്ത്രീകൾ പോയ കാലഘട്ടം 1967 കാലഘട്ടത്തിലൊക്കെ ധാരാളമായി സ്ത്രീകൾ ഈ 50-നും 50 വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകൾ പോകുമായിരുന്നു. പക്ഷെ ഒരു സ്ത്രീകളെ പോലും പമ്പയിൽ നിന്ന് മുകളിലേക്ക് കടത്തിവിടത്തില്ല. അവർ ഇരുമുടിക്കെട്ടുമായിട്ട് പോയവരുകൊണ്ടും അല്ലാതെ എങ്ങനെ പോയാലും അവരെ പമ്പ വഴിയെ ഇരുമുടിക്കെട്ടുമായി പോയവരുണ്ടെന്നും ഇല്ലാന്നും പറയുന്നു, അല്ലാതെ പോയവരുണ്ടെന്ന് പറഞ്ഞു. അനുഗമിച്ചിരുന്നു, പുരുഷന്മാരെ അനുഗമിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷെ മെൻസസ് പീരീഡിലല്ല കേട്ടോ, അങ്ങനെയുള്ള ആളുകൾ. പക്ഷെ പമ്പ വിട്ട് മുകളിലോട്ട് അവരെ ആരെയും കയറ്റിയിട്ടില്ല. പമ്പയിലെ ക്ഷേത്രത്തിലൊക്കെ തൊഴുത് അവർക്ക് അവിടെ തിരിച്ചു നിൽക്കുകയും പിന്നെ മറ്റവർ തിരിച്ചു വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ആ തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റിലാണ് കുറെ അധികം സ്ത്രീകൾ കയറിയിരുന്നു. കയറിയിരുന്നല്ല, ശബരിമലയിൽ പോയിരുന്നു എന്നൊരു രേഖ കാണുന്നുണ്ട്. പക്ഷെ അത് എത്ര കണ്ട് ശരിയാണെന്ന് നമുക്കറിയില്ല. എന്നാൽ പിന്നെ തിരുവിതാംകൂർ രാജ്ഞി മഹാറാണി 1940 മെയ് 13 അവിടെ കയറിയതായി ഒരു വാദം കിടക്കുന്നു. അതുപോലെ തന്നെ 1986 ജയശ്രീയും സുധാചന്ദ്രനും അനുവും വടുക്കരശിയും മനോരമയും അടക്കമുള്ള സിനിമാ നടികൾ അവിടെ കയറിയതായിട്ട് കാണുന്നു, നൃത്തം ചെയ്തതായിട്ട് കാണുന്നു. അതിന് 1000 രൂപ പിഴ ദേവസ്വം ബോർഡ് ഓരോരുത്തർക്കും കൊടുത്തു. ദേവസ്വം ബോർഡല്ല, 1000 രൂപ പിഴ ഇടണമെന്ന് അവിടെ നിന്ന് മേൽശാന്തി പൂജാരിയൊക്കെ പറഞ്ഞു. അത് അങ്ങത് കൊടുത്തു. 7500 ദേവസ്വം ബോർഡിന് കൊടുത്തു. ഇതിനിടയിലാണ് കർണാടക മന്ത്രിയായിട്ടുള്ള സിനിമാ നടിയുമായിട്ടുള്ള ജയമാല അവിടെ വരികയും അവർ തിരക്കിനിടയിൽ ക്ഷേത്രത്തിന്റെ വാതിലിന്റെ അകത്തേക്ക് വരാൻ വിഗ്രഹത്തിൽ തൊട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വാദമുണ്ട്. എന്തായാലും അത് നടന്നു. അങ്ങനെ ഒരു വലിയ തർക്കം നടന്നു. 1990 ആയപ്പോൾ ദേവസ്വം കമ്മീഷണറായിരുന്ന സരസ്വതി കുഞ്ഞികൃഷ്ണന്റെ പേരക്കുട്ടിയുടെ ചോറൂണ് അവിടെ വെച്ച് നടത്തി എന്നൊരു വാദമുണ്ട്. 1995 കളക്ടറായിരുന്ന കോട്ടയം കളക്ടറായിരുന്ന അന്ന് ഈ പത്തനംതിട്ട കളക്ടറായിരുന്ന പത്തനംതിട്ട കളക്ടറായിരുന്ന KB വത്സലകുമാരി, പിന്നെ അവർ ഇപ്പൊ റിട്ടയർ ഒക്കെ ചെയ്തു, അത് അവർ പറയേണ്ട കാര്യമാണ്. 1995 ശബരിമലയിലെ വിശേഷങ്ങളെല്ലാം തിരക്കാൻ, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ശബരിമല സന്ദർശിച്ചു. പക്ഷെ അവരൊന്നും 18 പടി കയറിയിട്ടില്ല, അല്ലാതെ മുകളിൽ കയറിയിട്ട് കാര്യങ്ങൾ കണ്ടു. 42 വയസ്സിലാണ് അവർ കയറിയെന്ന് പറയുന്നത്. ഇതെല്ലാം ഒരു ചരിത്രപരമായി കിടക്കുമ്പോൾ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി വന്നു. അപ്പൊ ഇതിനിടയിൽ 1990 ഒരു മഹേന്ദ്രൻ കയറി. എസ് മഹേന്ദ്രൻ ഈ 90-ലെ കഥ വെച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് കേസിന് പോയി. അതിൽ ജസ്റ്റിസ് പരിപൂർണന്റെ ഒരു വിധി വന്നു. ഇങ്ങനെ 1965 ഹിന്ദു പൊതു ആരാധന പ്രവേശന നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അത് നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മഹേന്ദ്രന്റെ ഒരു വാദം വന്നത്. പക്ഷെ ആർട്ടിക്കിൾ 14 അനുസരിച്ച് സമത്വവും 21 അനുസരിച്ചുള്ള ഡിഗ്നിറ്റി, ലിവിംഗ് വിത്ത് ഡിഗ്നിറ്റി, ഇങ്ങനെ പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് എതിർവാദികൾ പറഞ്ഞെങ്കിലും പക്ഷെ അത് സമ്മതിച്ചില്ല. അവസാനം എന്ത് സംഭവിച്ചു? ഇതേ സംഭവിച്ചുള്ളൂ. ജസ്റ്റിസ് പരിപൂർണന്റെ ഒരു വിധി വന്നു, സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല. ഇതിരിക്കുമ്പോഴാണ് പിന്നെ 1965 ഞാൻ നേരത്തെ പറഞ്ഞ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, ഹിന്ദു ആക്ടിനെ ചോദ്യം ചെയ്തുകൊണ്ട് 2006 ഇന്ത്യൻ യങ് ലായേഴ്സ് അസോസിയേഷൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. അപ്പൊ ഇതിനിടയിൽ കുമ്മനം രാജശേഖരൻ ഒരു കത്ത് തന്ത്രിക്ക് കൊടുത്തതായി മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇലക്ഷൻ കാലത്ത് പറഞ്ഞു, അല്ലാതെ ഈ ശബരിമല വിഷയം 18 വിഷയം വന്നപ്പോൾ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് കുമ്മനം രാജശേഖരൻ കൊടുത്ത കത്തെന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ വ്യാപകമായി സ്ത്രീകൾ കയറുന്നു, ഷൂട്ടിങ്ങും മറ്റൊരുപാട് കാര്യങ്ങളും ഒക്കെ, കല്യാണവും പരിപാടികളൊക്കെ നടക്കും, ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ആചാരപ്രകാരം പറ്റില്ല എന്ന് പറഞ്ഞ് അന്ന് ഹിന്ദു ഐക്യവേദിയുടെ പ്രധാന നേതാവായിരുന്ന കുമ്മനം രാജേശൻ, അദ്ദേഹമാണ് നിലയ്ക്കൽ സമരത്തിനൊക്കെ വലിയ ഒരു ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കി മുന്നിൽ നിന്ന് നയിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കത്ത് കൊടുക്കുകയും ആ കത്തിന്റെ ഫലമായി അവിടെ നിന്ന് ചില
എതിർപ്പുകൾ, ആ കത്ത് കൂടെ വെച്ചുകൊണ്ട് എതിർപ്പുകൾ ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് തന്നെ അതിന്റെ ഭാരവാഹികളിൽ നിന്ന് വരികയുണ്ടായി. അങ്ങനെ 2006 ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻകാര് കേസ് കൊടുത്തു. അതിൽ പിന്നെ ഒരു RSSന്റെമായി ബന്ധമുള്ള ഒരു വനിതയും കൂടി കേസിൽ ഇത് കക്ഷിയായി എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമായി. എന്തായാലും 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി വന്നു. സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ആ വിധി RSSന്റെ ദേശീയ ഉപാധ്യക്ഷനായിട്ടുള്ള, അല്ലെങ്കിൽ സർവ്വസംഘചാലക് കഴിഞ്ഞാൽ ഉപസംഘചാലക്, അങ്ങനെ ഒരു പദവിയാന്ന് തോന്നുന്നു, 2ാം പദവിയിലുള്ള ഫയ്യ ജോഷിയോട് ഒരു ലേഖിക പോയി ചോദിക്കുന്നു, ഒരു ചാനൽ ലേഖിക പോയി ചോദിക്കുന്നു, റിപ്പോർട്ടർ ചോദിക്കുന്നു, അയ്യപ്പ മന്ദിറിൽ കയറിയ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. നല്ല വെർഡിക്റ്റാന്ന് പറയുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല ഇവിടെ നല്ല വെർഡിക്റ്റാന്ന്, വിധിയാണെന്ന് പറഞ്ഞ് സ്വാഗതാർഹം പറയുന്നു, RSS സ്വാഗതം പറയുന്നു. അങ്ങനെ എല്ലാവരും സ്വാഗതം പറഞ്ഞപ്പോഴും വലിയ വിവാദം അവിടെ ഉണ്ടായി. ഇതിനിടയിൽ ഈ കേസ് വിധി പറഞ്ഞ ജസ്റ്റിസ് ദീപക് മിശ്ര ചീഫായിട്ടുള്ള ഇമാം ഖാൻവിൽക്കറും RF നരിമാനും DY ചന്ദ്രചൂഡും അനുകൂലമായി സ്ത്രീകളെ കയറ്റണം, 1965 നിയമം എടുത്ത് കളഞ്ഞുകൊണ്ട്, ഹിന്ദു ആക്ട് എടുത്ത് കളഞ്ഞുകൊണ്ട് ക്ഷേത്രപ്രവേശന ഹിന്ദുക്കളെ കയറ്റണം, അല്ലെ സ്ത്രീകളെ കയറ്റണം എന്നുള്ള ഒരു വിധിയാണ് പറയുന്നത്. പക്ഷെ ഒരു വളരെ വിധിയുടെ ഒരു വൈപരീത്യം എന്ന് പറയാവുന്നത്, അല്ലെങ്കിൽ വിധിയുടെ ഒരു വിളയാട്ടം, പ്രകൃതിയുടെ വേറൊരു വിളയാട്ടം എന്ന് പറയുന്നത്, വനിതകളെ കയറ്റണോ വേണ്ട എന്നുള്ള വിധി പറയുന്നതിൽ ഒരു വനിതയായ ഇന്ദു മൽഹോത്ര പറഞ്ഞത് സ്ത്രീകളെ കയറ്റാൻ പറ്റില്ല, അത് 10-9 ഇടയ്ക്ക് കയറാൻ പറ്റില്ല എന്നുള്ള ഒരു കഥ പറഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്ക് വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് എന്തുകൊണ്ട് സ്ത്രീകളെ അവിടെ കയറ്റിക്കൂടാ എന്നുള്ള കഥ നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്ത്, അതൊരു നീണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെടുത്തി 1967 മുതൽ 67 മുമ്പ് വ്യാപകമായി സ്ത്രീകൾ പോയിരുന്നു എന്നൊരു രേഖ കിടപ്പുണ്ട്. പക്ഷെ അവർ ശബരിമല പോയിട്ടില്ല, പമ്പ വരെ പോയിട്ടുള്ളൂ. ഇതിനിടയിലാണ് ഈ വിധി വന്നപ്പോൾ ആളുകൾക്ക് കയറണം എന്നുള്ള പരിപാടികൾ വന്നു. രഹ്ന ഫാത്തിമ കുറെ ദൂരം പോയി, അവര് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട്, നമ്മുടെ അന്നത്തെ ചുമതലയുണ്ടായിരുന്ന പോലീസ് ഓഫീസർ ADGP കുറെ ഇതിന് സർക്കാരിന്റെ ചുമതല താൻ നിർവഹിക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ, തനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞില്ല, രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു. വലിയ പ്രശ്നങ്ങളായി. ശബരിമല 18ാം പടിയിലുള്ള മേൽശാന്തി ഉൾപ്പെടെയുള്ള ആളുകൾ, കീഴ്ശാന്തിമാരും എല്ലാവരും താഴെ ഇറങ്ങി വന്ന് ഭജനയിരുന്നു. വലിയ വിവാദമായി കേരളത്തിൽ. അതിനിടയിലാണ് ഒരു ദളിത് യുവതി, അവർ കനകദുർഗയും അമ്മിണിയും, പിന്നെ 2019 ജനുവരി 2 അർദ്ധരാത്രി 3:45 മണിക്ക് പടിവഴി കയറാൻ പറ്റത്തില്ല, 18ാം പടി വഴി കയറാൻ പറ്റത്തില്ല, ഉരുമുടിക്കെട്ടും കാര്യം അല്ലാതെ ഒരു വേറൊരു വഴി കൂടി, ഊട് വഴി കൂടി അതിനകത്തൊക്കെ മണ്ടേ വന്ന് കയറി 3:45 കയറിയിരുന്നു. മിന്നായം പോലെ അതപ്പോ നട അടച്ചിരുന്നു, തുറന്നിട്ടില്ല എന്നൊക്കെ ഉള്ളൊരു വാദമുണ്ട്. എന്തായാലും അടച്ചോ തുറന്നു, 3:45 മണിയാണ് വെളുപ്പാങ്കാലം. അപ്പൊ എന്തായാലും തുറന്ന് അതുവഴി ഓടിപ്പോയി. അത് പിന്നെ വലിയ വാർത്തയായി. ഇതാ ഞങ്ങൾ കയറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയൊക്കെ വലിയ ആവേശത്തിൽ സ്ത്രീകളെ കയറ്റിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കി. അതിനുശേഷം ഒരു ദളിത് യുവതി അവിടെ കയറിയതായിട്ട് അവകാശപ്പെട്ടു. കഴക്കൂട്ടത്തുനിന്നൊരു യുവതി പോയി അവർക്ക് എന്തോ ഉൾവിളി ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് അവരെ പക്ഷേ പോലീസ് തിരിച്ചുവിട്ടു. പിന്നെ വേറൊരു സ്ത്രീ, തൃപ്തി ദേശായിയോ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ, ഒരു ദളിത് നമ്മുടെ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള സംഘങ്ങളെല്ലാം കൂടെ വന്നു. പക്ഷെ അവരെ പകുതി വഴിയിൽ വെച്ച് അവരെ പറഞ്ഞു വിട്ടു, പമ്പയിൽ വെച്ച്. അങ്ങനെ ശബരിമല അയ്യപ്പനെ സംബന്ധിക്കുന്ന വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോഴും 4-5 സ്ത്രീകൾ അവിടെ കയറിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ ശബരിമലയിൽ 2018 ശേഷം, 1991 മുതലേ അങ്ങനെയാണ്, 90 മുതൽ വളരെ വിജിലന്റ് ആണ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ മഹേന്ദ്രൻ കൊടുത്ത കേസും കുമ്മനം രാജശേഖരൻ കൊടുത്ത കത്തും, പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഗവൺമെന്റ് അല്ല അവിടുത്തെ തന്ത്രിമാരും പോറ്റിമാരും എടുക്കുന്ന നിലപാടുകളെല്ലാം വെച്ചുകൊണ്ട് 2018 വരെ പോയെങ്കിലും 18 സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഒന്നുകൂടെ ശബരിമല ഇളകി മറിഞ്ഞു. ഇപ്പോഴെന്തായാലും വീണ്ടും ശാന്തമായിട്ടുണ്ട്. അപ്പോഴും ശബരിമലയുടെ ഈ വിധിയുടെ റിവിഷൻ പെറ്റീഷൻ സുപ്രീം കോടതി നിൽക്കുകയാണ്. സുപ്രീം കോടതി അത് എടുത്തിട്ടില്ല. അത് എടുക്കാതിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു വിഷയമായതുകൊണ്ടായിരിക്കാം. എന്തായാലും ഈ ശബരിമലയുടെ സ്ത്രീ പ്രവേശനം ഒരു വിവാദമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്.